ترجي من تشاء منهن وتؤوي إليك من تشاء ومن ابتغيت ممن عزلت فلا جناح عليك ذلك أدنى أن تقر أعينهن ولا يحزن ويرضين بما آتيتهن كلهم والله يعلم ما في قلوبكم وكان الله عليما حليما لا يحل لك النساء من بعد ولا أن تبدل بهن من أزواج ولو أعجبك حسنهن إلا ما ملكت يمينك وكان الله على كل شيء رقيبا. السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده حمدا كثيرا طيبا مباركا فيه نحمدك يا من أوضحت لنا سبل الهداية وأسأت أن بصائرنا غشاوة الغوايا ونصلي ونسلم على من أرسلته شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. സ്നേഹം നിറഞ്ഞ പരിശുദ്ധ ഖുർആന്റെ പഠിതാക്കളെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ അഹ്സാബിൻ്റെ മറ്റൊരു ഖുർആൻ ക്ലാസ്സിലേക്കാണ് നമ്മൾ ഇപ്പോൾ പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ അഹ്സാബിൻ്റെ 50 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വിവാഹം ചെയ്യാൻ അനുവദിക്കപ്പെട്ട സ്ത്രീകളെക്കുറിച്ചും അതുപോലെ തന്നെ അനുവദനീയമായ 4 വിഭാഗം സ്ത്രീകളുടെ വിശദീകരണവും ഒക്കെയായിരുന്നു നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അള്ളാഹു വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആനിലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്തുകളിലൂടെ അള്ളാഹു വിശദീകരിക്കുകയായിരുന്നു. 51-ാമത്തെ വചനത്തിൽ ആ വചനങ്ങൾ നമ്മൾ മുകളിൽ ഓതി കേട്ടു. പ്രസ്തുത വചനത്തിൽ അള്ളാഹു പറയുന്ന കാര്യങ്ങൾ, അതിൻ്റെ വാക്കർത്ഥത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തുർജി, നിനക്ക് പിന്നോട്ട് നിർത്താം അല്ലെങ്കിൽ പിന്തിക്കാം. മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവരെ, മിൻഹുന്ന, അവരിൽ നിന്ന്. വതുഉവി, നിനക്ക് അടുപ്പിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ അണപ്പിക്കാം, ചേർത്തു നിർത്താം. ഇലൈക്ക, നിങ്കലേക്ക്, മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവരെ. വമനി, ഏതൊരാളെ അല്ലെങ്കിൽ ആരെയെങ്കിലും, ഇബ്തഗൈത, നീ ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ നിനക്ക് വേണമെന്ന് നീ ഉദ്ദേശിച്ചാൽ, മിമ്മൻ അസൽത്ത, നീ വിട്ടു നിർത്തിയ അല്ലെങ്കിൽ അകറ്റി വെച്ചവരിൽ നിന്ന് ആരെയെങ്കിലും നിനക്ക് വേണമെന്ന് നീ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ഫലാ ജുനാഹ, എന്നാൽ തെറ്റില്ല, അലൈക, നിന്റെ മേൽ, ദാലിക അദ്നാ, അത് കൂടുതൽ അടുപ്പം സൗകര്യമുള്ളതാണ്, അൻ തഖറ, കുളിർക്കുവാൻ, സമാധാനിക്കുവാൻ, അഗയുനുഹുന്ന, അവരുടെ കണ്ണുകൾക്ക്, അവരുടെ കണ്ണുകൾ, വലാ യഹ്സന്ന, അവർ വ്യസനിക്കാതിരിക്കുവാനും, വയർലൈന, അവർ തൃപ്തിപ്പെടുവാനും, ബിമാ ആതൈതഹുന്ന, നീ അവർക്ക് കൊടുത്തതുകൊണ്ട്, കുല്ലുഹുന്ന, അവരെല്ലാവരും, വല്ലാഹു യഅലമു, അല്ലാഹു അറിയുന്നു, മാ ഫീ കുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലുള്ളത്, വകാന അല്ലാഹു, അല്ലാഹു ആകുന്നു, അലീമൻ, സർവജ്ഞനാകുന്നു, ഹലീമൻ, സഹനമുള്ളവനാകുന്നു. എന്താണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്? 51-ാമത്തെ വചനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ കുറിച്ചും അതുപോലെ തന്നെ അവരെ ഉപേക്ഷിക്കുന്ന കാര്യങ്ങളുടെ വിശദീകരണങ്ങൾ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ വചനങ്ങളിൽ വിശദീകരിച്ചതിൻ്റെ തുടർച്ചയെന്നോണം അള്ളാഹു പറയുന്നത്, അവരിൽ ഭാര്യന്മാരിൽ നിന്ന് നീ ഉദ്ദേശിക്കുന്നവരെ പിന്നോട്ട് മാറ്റി നിർത്താം, നീ ഉദ്ദേശിക്കുന്നവരെ നിന്നിലേക്ക് അടുപ്പിച്ചു കൊള്ളുകയും ചെയ്യാം. നീ വിട്ടു നിർത്തിയവരിൽ ആരെയെങ്കിലും നീ ആവശ്യപ്പെടുന്നതായാലും നിനക്ക്
തെറ്റില്ല, നിനക്ക് കുറ്റകരമല്ല എന്നാണ് അള്ളാഹു പറയുന്നത്. അവരുടെ കണ്ണുകൾ കുളിർക്കുവാനും അവർ വസനിക്കാതിരിക്കുവാനും നീ അവർക്ക് കൊടുത്തതുകൊണ്ട് അവരെല്ലാവരും തൃപ്തിപ്പെടുവാനും കൂടുതൽ അടുപ്പമായ സൗകര്യപ്രദമായതാണത്. നിങ്ങളുടെ ഹൃദയത്തിലുള്ളതിനെ അള്ളാഹു അറിയുന്നതാകുന്നു. അള്ളാഹു സർവജ്ഞനും സഹനമുള്ളവനുമാകുന്നു. ഇതാണ് ഈ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. ഭാര്യമാരുടെ കാര്യത്തിലെ പ്രത്യേകമായ അനുവാദങ്ങളാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തൻ്റെ ഭാര്യമാരുടെ കാര്യത്തിൽ ചില പ്രത്യേക സ്വാതന്ത്ര്യങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദവിക്കും അവിടുത്തെ പ്രൗഢിക്കുമൊക്കെ അനുയോജ്യമായ ഒരു പ്രത്യേകത കൂടിയാണ് ഈ ആയത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകപ്പെട്ട പ്രത്യേക സ്വാതന്ത്ര്യം കൂടിയാണ് ഈ വചനം. അടുപ്പിക്കലും അകറ്റലും. നബിക്ക് തൻ്റെ ഇഷ്ടാനുസരണം ഏതു ഭാര്യ വേണമെങ്കിലും അടുപ്പിച്ചു നിർത്താം. അവരുടെ ഊഴം മുൻഗണന നൽകി അതുകൊണ്ട് തന്നെ ദിവസങ്ങൾ കണക്കാക്കാം. അല്ലെങ്കിൽ ഏതു ഭാര്യ വേണമെങ്കിലും താൽക്കാലികമായി അകറ്റി നിർത്താം. ഊഴം നിർബന്ധമില്ല. സാധാരണ മുസ്ലിങ്ങൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ അവർക്കിടയിൽ താമസത്തിൻ്റെ ഊഴം അത് തുല്യമായി നൽകൽ നിർബന്ധമായ കാര്യമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഈ നിർബന്ധം ഒഴിവാക്കി നൽകുകയും മഹാനായ പ്രവാചകന് യുക്തമെന്ന് തോന്നുന്ന രൂപത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യാം എന്നാണ് മനസ്സിലാവുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം നൽകിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഭാര്യമാരിൽ കാര്യത്തിൽ പരമാവധി നീതി പാലിക്കാൻ ശ്രദ്ധിച്ചിരുന്നു എന്നത് പ്രവാചകന്റെയും കുടുംബജീവിതം പരിശോധിക്കുകയും പഠിക്കുകയും പ്രമാണങ്ങളിൽ പരതുകയും ചെയ്യുന്ന ആർക്കും വ്യക്തമാകുന്ന കാര്യമാണ്. എങ്കിലും ഹൃദയത്തിലെ താല്പര്യങ്ങൾ, സ്നേഹവും അടുപ്പവും ഒക്കെ മനുഷ്യന്റെ അധീനതയിലല്ലാത്തത് കൊണ്ട് തന്നെ അതിൽ അള്ളാഹുവിനോട് പ്രവാചകൻ പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നത് നമുക്ക് കാണാൻ കഴിയും. ആ പ്രാർത്ഥന അവിടെ കാണാം. അള്ളാഹുവേ, എൻ്റെ അധീനത്തിലുള്ള കാര്യത്തിൽ എൻ്റെ പ്രവർത്തികളിൽ ഞാൻ നീതി പാലിക്കുന്നു. നിന്റെ അധീനതയിലുള്ളതും അഥവാ ഹൃദയത്തിലുള്ള സ്നേഹം എൻ്റെ അധീനതയിലില്ലാത്തതുമായ കാര്യത്തിൽ നീ എന്നെ കുറ്റപ്പെടുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നത് അബൂദാവൂദും തിർമിദിയും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മനസ്സമാധാനത്തിൻ്റെ ഒരു പൊരുളെന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യം നബിക്ക് നൽകിയത് ഭാര്യമാരെ അകാരണമായി ബുദ്ധിമുട്ടിക്കാനല്ല, മറിച്ച് പ്രവാചകന്റെ തിരക്കുകളും അള്ളാഹുവിൻ്റെ ദൗത്യങ്ങളും കണക്കിലെടുത്ത് അവിടത്തേക്ക് ഒരു ആശ്വാസം നൽകാൻ വേണ്ടിയിട്ടാണ്. പ്രവാചകന് വലിയ ദൗത്യമാണുള്ളത്. ഈ ലോകത്തേക്ക് ഇസ്ലാമിൻ്റെ പ്രബോധനം, ഇസ്ലാമിൻ്റെ സന്ദേശം അയക്കുന്നതാണ് പ്രവാചകൻ. ആ ഒരു സ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ആയത്തിനെ വായിക്കേണ്ടത്. താൻ ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യാൻ അനുവാദമുണ്ടായി എന്നറിയുമ്പോൾ ഭാര്യമാർക്ക് നബിയിൽ നിന്ന് എന്ത് ലഭിക്കുന്നുവോ അതിലവർ സംതൃപ്തി അടയുകയും അതവർക്ക് സന്തോഷവും മനസ്സമാധാനവും നൽകുന്ന ഒരു കാര്യമാണെന്ന് അവരുടെയും മനസ്സറിയുന്ന റബ്ബാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നിമാരുടെ ഔന്നിത്യവും ഈ സൂറത്തിൻ്റെ ഏകദേശം 28-ാമത്തെ വചനം മുതൽ 34-ാമത്തെ വചനം വരെ പ്രവാചക പത്നിമാരുടെ ഉയർന്ന പദവിയെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ മുൻ ക്ലാസ്സുകളിൽ വിശദീകരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അവരുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അള്ളാഹു അവിടൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. ഐഹിക സുഖത്തേക്കാൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും പ്രീതി ലക്ഷ്യമാക്കിയാണ് അവർ ജീവിച്ചിരുന്നത് എന്നതും അവരുടെ ജീവിത ചരിത്രം സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് നയം സ്വീകരിച്ചാലും അത് ഔദാര്യപൂർവമായിരിക്കുമെന്നും അവർക്കുറപ്പായിരുന്നു. ഇതൊക്കെയാണ് ഈ വചനത്തിൽ നിന്ന് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട സന്ദേശങ്ങൾ എന്നതാണ്. പരീക്ഷയ്ക്കും ഇതിൽ നിന്നും വളരെ ക്വസ്റ്റ്യൻ ഉണ്ടാകാം. അല്ലെ, അള്ളാഹു പ്രത്യേക അനുവാദം ഭാര്യമാരാരെയും തന്നിലേക്ക് അടുപ്പിക്കുവാനും പ്രവാചകന് നൽകിയ പ്രത്യേകമായ അനുവാദം എന്തായിരുന്നു എന്ന ചോദ്യമൊക്കെ ഉണ്ടാകാം. തന്നിലേക്ക് അടുപ്പിക്കാൻ ആവശ്യമെങ്കിൽ ആരെയും അകറ്റി നിർത്താൻ നബിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന വിഷയം, അതുപോലെ നീതിപാലനത്തെക്കുറിച്ച് ആ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നിട്ടും നീതി പാലിച്ച പ്രവാചകന്റെ ആ ഒരു നീതിയെക്കുറിച്ച് നമുക്കിവിടെ പഠിക്കാൻ കഴിയും. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഈ ആയത്തിൻ്റെ പൊരുളാണ്. സ്വാതന്ത്ര്യം നബിക്ക് അള്ളാഹു നൽകിയത് കൊണ്ട് തന്നെ ആ തീരുമാനങ്ങൾ അദ്ദേഹത്തെ, ആ പ്രവാചകനെ ആക്ഷേപിക്കാൻ ഇന്നും ആർക്കും അവകാശമില്ല എന്ന ഒരു കാര്യം. അതുപോലെ തന്നെ പ്രവാചകന്റെ തിരക്കുകൾക്കിടയിലും അദ്ദേഹത്തിന് ലഭിക്കുന്ന മാനസികാശ്വാസവും ഭാര്യമാർക്ക് ലഭിക്കുന്ന മനസ്സമാധാനവുമാണ് ഇതിൻ്റെ ലക്ഷ്യമെന്നത്
അതേസമയം പ്രവാചകന്റെ ഭാര്യമാരുടെ നിലപാട്, പ്രവാചകന്റെ പത്നിമാർ ഐഹിക സുഖങ്ങളെക്കാൾ പരലോകത്തെയും പ്രവാചകന്റെ അള്ളാഹുവിന്റെ തൃപ്തിയെയും മുൻനിർത്തിയവരായിരുന്നു എന്ന പാഠവും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനങ്ങളിൽ അവർക്ക് പൂർണ്ണ സംതൃപ്തി ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് ഈ വചനങ്ങളിലൂടെ പ്രവാചകന്റെ ജീവിതവും അവിടുത്തെ പത്നിമാരുടെയും അവിടുത്തെ നിലപാടുകളുടെയും അവിടുത്തെ സ്വാതന്ത്ര്യത്തിൻ്റെയും അവിടെ പാലിക്കേണ്ട നിയമങ്ങളും അവിടെ പാലിച്ച നിയമങ്ങളുമൊക്കെയാണ് ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സൂറത്തുൽ അഹ്സാബിലെ ഈ ഭാഗങ്ങൾ പ്രവാചകന്റെ വ്യക്തി ജീവിതത്തിലെ അച്ചടക്കത്തെയും അതേസമയം തന്നെ ആ മഹാനായ പ്രവാചകൻ അള്ളാഹു നൽകിയ ഔന്നിത്യത്തിൻ്റെയും കൃത്യമായ വരച്ചു കാണിക്കലുകളാണ്, റൂട്ടുകളാണ് നമ്മൾ കാണുന്നത്. ഇതാണ് വളരെ പ്രധാനമായും നമ്മൾ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട സന്ദേശം. തുടർന്നും ചില കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല തൊട്ടടുത്ത വചനത്തിലൂടെ അഥവാ 52-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ആ വചനത്തിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. 52-ാമത്തെ വചനം. 52-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തുന്ന കാര്യം, ലാ യഹില്ലു ലക, നമുക്ക് വാക്കർത്ഥത്തിലേക്ക് കടക്കാം. നിനക്ക് അനുവദനീയ ആവുകയില്ല, ഇതിന്മേൽ നിനക്ക് അനുവദനീയമാകുന്നതല്ല. അന്നിസാഉ, സ്ത്രീകൾ അഥവാ ഭാര്യമാർ, പ്രവാചകന്റെ പത്നിമാർ ആയിട്ട്, മിൻ ബഅദു, ശേഷം അല്ലെങ്കിൽ പിന്നീട്, വല അൻ തബദ്ദല, നീ പകരം സ്വീകരിക്കലും പാടില്ല, ബിഹിന്ന, അവർക്ക് അല്ലെങ്കിൽ ഇവർക്ക്, മിൻ അസ്വാജിൻ, വല്ല ഭാര്യമാരെയും, വലൗ അഅജബക, നിന്നെ കൗതുകപ്പെടുത്തിയാലും ശരി, ഹുസ്നുഹുന്ന, അവരുടെ നന്മകൾ അല്ലെങ്കിൽ അവരുടെ ഗുണങ്ങൾ, ഇല്ലാ മാ മലക്കത്ത്, ഉടമപ്പെടുത്തിയതൊഴികെ, യമീനുക, നിന്റെ വലങ്കൈ, വക്കാനല്ലാഹു, അല്ലാഹു ആകുന്നു, അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തെക്കുറിച്ചും, റഖീബ, വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു. ഇതാണ് ഈ വചനത്തിൻ്റെ വാക്കർത്ഥം. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ശേഷം, ഇനിമേലിൽ, കഴിഞ്ഞ ആയത്ത് സൂചിപ്പിച്ചതിന് ശേഷം, ആ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം, ഇനിമേൽ നിനക്ക് സ്ത്രീകൾ അഥവാ ഭാര്യമാർ അനുവദനീയമാകുന്നതല്ല. നബിയുടെ ഭാര്യമാരെയൊക്കെ നമുക്കറിയാം. അതിനുശേഷം പിന്നെ നബിക്ക് ഭാര്യമാരെ വിവാഹം കഴിക്കാൻ അനുവദനീയമാകുന്നതല്ല. പുതുതായി വല്ല ഭാര്യമാരെയും ഇവർക്ക് പകരം സ്വീകരിക്കുകയും പാടില്ല. അവരുടെ നന്മകൾ അഥവാ അവരുടെ സൗന്ദര്യം നിന്നെ ആശ്ചര്യപ്പെടുത്തിയാലും ശരി, നിന്റെ വലങ്കൈ ഉടമപ്പെടുത്തിയവരൊഴികെ അവരെ നിനക്ക് സ്വീകരിക്കാം. അള്ളാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു. വക്കാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ റഖീബ. ഇതാണ് അള്ളാഹു 52-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതത്തെക്കുറിച്ച് അതിങ്ങനെ വിശദീകരിക്കുന്ന ഈ ഭാഗത്ത് പ്രവാചകന്റെ പത്നിമാർ അല്ലേ, ഈ വചനം അവതരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരായി 9 പേരായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ പേരുകൾ ആയിഷ റളിയല്ലാഹു അൻഹ, ഹഫ്സ റളിയല്ലാഹു അൻഹ, ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ, സൗദ റളിയല്ലാഹു അൻഹ, ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ, സഫിയ റളിയല്ലാഹു അൻഹ, മൈമൂന റളിയല്ലാഹു അൻഹ, സൈനബ് റളിയല്ലാഹു അൻഹ, ജുവൈരിയ റളിയല്ലാഹു അൻഹ എന്നിവരാണ് ഈ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുതിയൊരു വിവാഹങ്ങൾ നബിക്കിനില്ല എന്നതും, ഈ വചനം അവതരിച്ചതിന് ശേഷം പ്രവാചകൻ പുതുതായി മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല എന്നതും നമുക്ക് കാണാൻ സാധിക്കും. നിലവിലുള്ള ഈ ഭാര്യമാരിൽ ആരെയും വിവാഹമോചനം ചെയ്ത് പകരം മറ്റുള്ളവരെ സ്വീകരിക്കാനും അനുവാദമില്ല, സ്വീകരിക്കുകയും നബി ഉണ്ടായിട്ടുമില്ല. ഇനി മാരിയ റളിയല്ലാഹു അൻഹ എന്ന പത്നി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രൻ ഇബ്രാഹിമിന്റെ മാതാവായ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ആ അവർ ഒരു അടിമ സ്ത്രീയായിരുന്നു എന്നും ഈജിപ്തിലെ ഭരണാധികാരി സമ്മാനമായി അയച്ചു തന്നതാണെന്നതും കഴിഞ്ഞ വിശദീകരണത്തിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായിട്ടുണ്ട്. ഈ വചനം അവതരിച്ചതിന് ശേഷമാണ് മാരിയ റളിയല്ലാഹു അൻഹയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടിമ സ്ത്രീകളെ സ്വീകരിക്കുന്നതിന് ഇസ്ലാമിക നിയമപ്രകാരം
വിരോധമില്ല. ഇല്ലാമ മലക്കത്ത് യമീനുക്ക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അഥവാ ഉടമപ്പെടുത്തിയവർ ഒഴികെ നിന്റെ വലങ്കൈ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ അങ്ങനെ സ്വീകരിക്കപ്പെട്ടിരുന്നത് എന്ന് നമുക്ക് കാണാം. അത് ഇസ്ലാമിക നിയമപ്രകാരം തന്നെയാണ്, അതിൽ വിരോധവുമില്ല. അതിൻ്റെ തെളിവാണ് അത് നമുക്ക് കാണുന്നത്. ഈ വിവാഹ ജീവിതത്തിൻ്റെ നിജസ്ഥിതി നമ്മൾ പരിശോധിച്ചാൽ ഈ 9 പേരും അവരുടെ അവസാന കാലം വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരായിക്കൊണ്ട് തന്നെയാണ് തുടർന്നിട്ടുണ്ടായിരുന്നത്. ഇത് അള്ളാഹു നൽകിയ സ്വാതന്ത്ര്യവും പ്രവാചകൻ തൻ്റെ ഇഷ്ടപ്രകാരം ഉപയോഗിച്ച ഒന്നല്ല എന്നും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അള്ളാഹു നിയമമാക്കിയിട്ടതനുസരിച്ചു തന്നെ അവിടുത്തെ ഔദാര്യത്തിൻ്റെയും തെളിവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഈ വചനത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. പ്രവാചകൻ്റെ പത്നിമാർ, ആ 9 പേരുടെ പേരുകൾ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ചരിത്രപരമായ ഇതിനുശേഷം പ്രവാചകന് പുതിയ വിവാഹങ്ങളും നടത്തിയിട്ടില്ല എന്ന യാഥാർത്ഥ്യമുണ്ട്. മാരിയ റളിയല്ലാഹു അൻഹ പ്രവാചകന് അവിടുന്ന് രാജാവ് നൽകിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രൻ ഇബ്രാഹിമിൻ്റെ മാതാവാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരൊരു അടിമ സ്ത്രീയായിരുന്നു എന്നും നമുക്ക് കാണാം. അടിമ സ്ത്രീകളെ സ്വീകരിക്കൽ ഇസ്ലാമിൽ അനുവാദമുണ്ടെന്ന കാര്യം ഈ സംഭവവും അതിനൊരു തെളിവ് കൂടി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നിമാരുമായി ബന്ധപ്പെട്ട അനാവശ്യ ചർച്ചകളും സംശയങ്ങളുമൊക്കെ ഈ കാലഘട്ടത്തിലും ചില ആളുകൾ ഇസ്ലാമിനെ കരിവാരിത്തേക്കാൻ വേണ്ടി എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അവർക്ക് മറുപടി കൊടുക്കുക എന്നത് ഇതിനെ കൃത്യമായി പഠിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ബാധ്യത കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും. മനുമലയുടെ ഈ ഭാഗം വായിക്കുന്നത്, ഈ സൂറത്ത് വായിക്കുന്നത് ചരിത്രപരമായ ഈ വസ്തുതകൾ മനസ്സിലാക്കാനും കൂടി നമ്മളെ സഹായിക്കും എന്നാണ് പ്രത്യേകമായി ഈ വചനത്തിൻ്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. തൊട്ടടുത്ത വചനത്തിലേക്ക് നമ്മൾ കടന്നാൽ 53-ാമത്തെ വചനമാണ്. അതല്പം ദീർഘമായ ഒരു വചനമാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.